ഇതാണ് നമ്മുടെ സാക്ഷാൽ ഹലോ, ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിലെത്തിയിട്ട് നല്ല മഴയാണ്, വെള്ളം കയറിയിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും റോഡൊക്കെ വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ റോഡാണോ തോടാണോ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുറകിൽ കാണുന്ന വീട് ഏതാണെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഇത് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകു വശത്ത് തന്നെയാണ് ഞാനും എൻ്റെ ബ്രദേഴ്സും ഒക്കെ കളിച്ചു വളർന്നൊരു വീടാണ്. മുറ്റമൊക്കെ നല്ല വഴുക്കുണ്ട് കേട്ടോ, മഴ പെയ്തിട്ട് നല്ല വഴുക്കുണ്ട്. അപ്പം മക്കളിങ്ങനെ നടന്നു വരികയാണ്. ഞങ്ങൾ വയലിലോട്ട് പോവുകയാണ്. വയലും തോടും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അധിക വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികവും ഇടാറുണ്ട്. ഇപ്രാവശ്യം ഹസ്ബൻഡ് കൂടെ ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ട് ആൾക്ക് മഴ കാണാൻ പറ്റി. ഇല്ലെങ്കിൽ ആൾ വരുന്ന സമയത്ത് അങ്ങനെ അധികം മഴയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വയലിലോട്ട് പോവുകയാണ്. അപ്പം റോഡാണോ തോടാണോ എന്ന് സംശയമുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് റോഡാണോ തോടാണോ എന്ന്. അപ്പോൾ റോഡിൽ മൊത്തം വെള്ളമാണ്. മോനാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, അവന് കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് വയലിലോട്ടെത്തി. വയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൂപ്പറാണ് കേട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട്. നാട് എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. നാട്ടിൻപുറം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ വെക്കേഷന് വരുമ്പം ഭയങ്കര ഇഷ്ടമാണ്. വരുമ്പോൾ തന്നെ വരാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ദുബായിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാനും. മോനാണ് ഭയങ്കര ഇഷ്ടം നാട്. ദൈവമേ, അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഫുള്ള് വെള്ളമാണല്ലോ, കച്ചറ വെള്ളം. അച്ചോ, അത് രണ്ടും നോക്കി. വെള്ളം കാണാത്ത കളി കളിക്കുന്ന അച്ചു. അയ്യേ, നമ്മളെ നാട് കണ്ടോ, നല്ല സുന്ദരമായ നമ്മുടെ നാടാണ് കേട്ടോ ഇത്. പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം. നമ്മൾ പോകുന്നത് ഇപ്പോൾ വയലിലേക്കാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ കളിക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു. മൊത്തം മഴ പെയ്ത് വെള്ളം. അയ്യേ അച്ചു, ഉണ്ടോ? പാലത്തില് ഈ കാണുന്നതാണ് ഞങ്ങളുടെ വയൽ. നല്ല അടിപൊളിയല്ലേ, അച്ഛൻ്റെ വയലാണ് കേട്ടോ ഇത്. വയലിൽ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ തൈപ്പറമ്പ്, തേങ്ങയൊക്കെ ഉള്ളത്. വയലിൽ നോക്കിയേ, ഞാറൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാണ്. നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഈ ഇല കണ്ട, നല്ല ഭംഗിയല്ലേ? നാട് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുള്ളത് ഉണ്ടോ? മോളാണെങ്കിൽ ഇത് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതാണ് നമ്മുടെ തോടും വയലും എല്ലാം മുങ്ങിയിരിക്കുക, വെള്ളം നിറഞ്ഞിട്ട്. അതാണ് നമ്മുടെ പാലം കേട്ടോ.
പാലം. നമ്മളെപ്പോഴും ഇവിടെ വന്ന് ഡാൻസൊക്കെ എടുക്കാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങളെ നാട് ഒരു എന്താ പറയുക ഭയങ്കര രസമാണ് എന്നൊക്കെ പറയലുണ്ട്. മോളുടെ ഡാൻസൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഞാൻ എടുക്കാറ് വന്നിട്ട്. ഭയങ്കര രസമാണ്. ഞങ്ങൾ ഈ തോട്ടിലൊക്കെ കുളിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ തോട്ടിൽ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം നല്ല വെള്ളമാണ്. ഇപ്രാവശ്യം നിർത്താതെ മഴ പെയ്യുന്നത് കൊണ്ട് ഇതേ വെള്ളം ഫുള്ള് ബാക്ക് കണ്ട ഫുൾ വെള്ളം നിറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചൊരു മഴ കുറവുണ്ട്. നോക്കിയേ കണ്ട ഫുള്ള് മഴയായത് കാരണം വെള്ളം നിറഞ്ഞിട്ടുള്ളത് ഉണ്ടോ. നല്ല ഒഴുക്കാ, നല്ല ഒഴുക്കുണ്ട്. വെള്ളം നോക്കിയതേ, വെള്ളത്തോട് കളിക്കരുതേ. നല്ല ഒഴുക്കാ. നീ ഇറങ്ങണ്ടാക്കൂ. വീഡിയോ എടുക്കുകയും ചെയ്യണം. എന്നാ പിന്നെ പ്രശ്നം അച്ചു. അതെ ഞാൻ പിടിച്ച ഇതാണ് കേട്ടോ നമ്മളെ നാടും തോട്. ഇത് തോട് വെള്ളം നിറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഒഴുക്കുണ്ട് ഉണ്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. നോക്കി നിക്കുന്ന സ്ഥലം കണ്ടോറാ. ഞാൻ എന്ത് ചെയ്യാ ഈശ്വര. നോക്ക് ഇറങ്ങ് താഴെ. മുട്ടായി വേച്ചരാ താഴെ ഇറങ്ങ്. പീച്ച് താഴെ ഇറങ്ങു കൊച്ച. ഇപ്പൊ മഴ കുഞ്ഞിതാ മഴ പിടിച്ചിട്ട് നോക്കിയേ. ദൈവമേ ബാ. പൊട്ടനല്ല പൊട്ടനല്ല അമ്മ നോക്കിടാ ബാക്കിലോക്കി. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഈർക്കോലിയായിരിക്കും. മീനെ പിടിക്കുന്നു. ഇതില് മീനുണ്ടാ? ഇല്ലപ്പ. മഴ മഴ എന്താ മുഹമ്മദ് കിട്ടിയാ? എന്താ ഇല്ല അത് പോയി. വെള്ളമൊക്കെ
അതിലിടാ ആര് പിടിച്ചിട്ടു അതിലിടാ ഒന്നേ കിട്ടി എന്താ ഒന്നും കൊടുക്കാം ഇല്ല കുറച്ചങ്ങോട്ട് പോയ വലിയ മീനെ കിട്ടും. എന്താ ഹനുമാൻ കിരീടം. മഴ മഴ. അതെ അന്നേരം വീഡിയോ എടുക്കല്ല വേണ്ടത്. മഴ വരുന്നു. പോണ്ട് മഴ. ചേടാ കുഞ്ഞു മണി മീൻ. ഇനി എന്ത് ചെയ്യല്? ആ അങ്ങനെ ഞങ്ങൾ വയലിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ട് വെള്ളം കൊണ്ട് നല്ല സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. മോളിതേ അതിലെ കൂടെ പോയിട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ പുതിയ വെച്ച വീട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. ഇതാണ് എൻ്റെ വീട്. ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമാണ് താമസിക്കുന്നത്.